ഇന്നലെ സിബിൻ വധമായിരുന്നുവെങ്കിൽ ഇന്ന് ജിൻഡോ വധമാണെന്നാണ് പുതിയ പ്രോമോ സൂചിപ്പിക്കുന്നത്. മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് നിലവിൽ കളിക്കുന്ന രണ്ടുപേരെ എങ്ങനെയെങ്കിലും മാനസികമായി തകർത്ത് അവരുടെ ഗെയിമിനെ തകർക്കുക, അവർക്കെതിരെ നരേറ്റീവുകൾ മെനഞ്ഞെടുക്കുക. ഈ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള ആപ്പിസ് എന്ന് പറയുന്നവന്റെ ബുദ്ധിയാണ്, നല്ല വിമാനം ബുദ്ധിയാണ് കേട്ടോ. അയാളുടെ ഇളയപ്പയുടെ മക്കളാണോ റസ്മിനും നോറയും ജാസ്മിനും ഒക്കെ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ എന്ത് തെറ്റ് ചെയ്താലും ഈ മൂന്നെണ്ണത്തിനെ ഇങ്ങനെ രക്ഷിച്ചു വിടുന്നത്. സ്വാഭാവികമായി വരുന്നൊരു സംശയമേ ഞാൻ ചോദിച്ചുള്ളൂ കേട്ടോ. ഇനി ആപ്പിസിന്റെ ഇളയപ്പ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് പ്രോമോയിലേക്ക് പോവാം. ക്യാപ്റ്റനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡില്. റസ്മിൻ പറയുന്നു ക്യാപ്റ്റൻസി അട്ടർ ഫ്ലോപ്പ് ആണ് എന്ന്. ഡെൻ റൂമില് പൂട്ടിയതിന്റെ വിഷമം കൊണ്ട് പറയുന്നൊന്നും അല്ല കേട്ടോ നമ്മുടെ റസ്മിന്. ചട്ടമ്പി ടീച്ചറുടെ കണ്ണിലെ കണ്ണീര് കാണണമായിരുന്നു എന്ന്. എന്തൊരു കണ്ണീരും കരച്ചിലുമായിരുന്നു. അയ്യോ. സായി പറയുന്നു അത്ര ഫ്ലോപ്പ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന്. സ്വാഭാവികം. അപ്സര പറയുന്നു ഈ സീസണിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻ ജിൻഡോ ചേട്ടന്റെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്സരയുടെ മെന്റാലിറ്റിയെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ടീച്ചറിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള കുട്ടികളില്ലേ, അത്യാവശ്യം പഠിച്ച് മാർക്ക് മേടിക്കുന്ന കുട്ടികൾ, അവരുടെ മെന്റാലിറ്റിയാണ് ഞാനാണ് ഏറ്റവും വലിയ പഠിപ്പിസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ല ലീഡർ, ഞാൻ ക്ലാസ് ലീഡർ ആയിട്ടിരുന്നാൽ മാത്രമേ എല്ലാം നടക്കത്തുള്ളൂ, ആരും എന്റെ അത്രയും പോരാ, ഞാൻ കഴിഞ്ഞേ ഉള്ളൂ ആരും. ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ബെസ്റ്റ് ക്യാപ്റ്റൻ ആണെന്ന്. വേറെ ആർക്കും ആ സ്ഥാനം അലങ്കരിക്കാൻ പറ്റില്ല, വേറെ ആരും ബെസ്റ്റ് ക്യാപ്റ്റൻ അല്ല, എല്ലാരും മോശം, ഞാനാണ് ടോപ്പ്. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അപ്സരയ്ക്ക്. വെറും തമ്പ്രാട്ടിയമ്മ മൈൻഡ് സെറ്റ്. എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരു മൈൻഡ് സെറ്റ് ആണ്. ശ്രീരേഖ പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി എന്ന്. അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ശ്രീരേഖ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോയുടെ ഒപ്പം നിന്ന് കളിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഗെയിം മാറ്റി പുള്ളിക്കാരി. അത് ഓക്കെ. ആ വീട്ടിലെ ഏറ്റവും വലിയ പപ്പറ്റ് ആയിട്ടുള്ള കുന്തം വിഴുങ്ങിയാണ് അടുത്തതായിട്ട് സംസാരിച്ചത്. പവർ റൂമിന്റെ പപ്പറ്റ് പോലെ തോന്നി എന്ന് പറയുന്നു. എന്നിട്ട് മോനെന്ന് പറഞ്ഞേ. അർജുൻ ഇത് പറയാൻ എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഗബ്രിയുടെയും റസ്മിന്റെയും അടിമയായിട്ട് നിൽക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ഇവന് അറിയാവോ? പിന്നെ നോറ സംസാരിക്കുന്നുണ്ട് ക്യാപ്റ്റനാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നു. ക്യാപ്റ്റനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോറ ഒരു പാരലൽ വേൾഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നതാണ് നോറയുടെ പ്രശ്നം. കിലുക്കം കാണാത്ത ഒരു കുട്ടിയാണ്, കിലുക്കം കാണാതെ വളർന്ന ഒരു കുഞ്ഞുകുട്ടിയാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പോസിറ്റീവും ഹാപ്പിനെസ്സും ഒന്നും തൊട്ട് തീണ്ടിയിട്ടില്ല. കോമഡി എന്താണെന്ന് അറിയുകയില്ല. വെളിയിൽ ഇറങ്ങി പോയിട്ട് കിലുക്കം ഒന്നെടുത്ത് കാണാൻ മറക്കരുത് കേട്ടോ നോറ. ചിരിക്കാനൊക്കെ ഒന്ന് പഠിക്കും. ഇത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ അയാൾക്ക് കുറച്ച് ആളുകളുണ്ട്, അതുകൊണ്ട് പുള്ളി വിചാരിക്കുന്നത് പുള്ളി എന്താ ഹീറോ ആണെന്നാണെന്നാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ജിൻഡോ ആരുടെയൊക്കെയോ പാവയായിട്ട് തോന്നിയവർക്ക് കൈ പൊക്കാം എന്ന് പറയുന്നു. ഇവിടെ പ്രോമോ അവസാനിക്കുന്നു. എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. ബിഗ് ബോസും ലാലേട്ടനും ആപ്പിസ് എന്ന് പറയുന്നവനും ജാസ്മിന്റെ കയ്യിലുള്ള പാവകളാണ്. ഇങ്ങനത്തെ പ്രോമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ വേറെ എന്താണ് പറയേണ്ടത്? സാലറി മേടിച്ച് എല്ലാ ആഴ്ചയും അവിടെ പോയി നിന്ന് ലെജൻഡറി മോഹൻലാൽ കോമഡി പീസ് ആവുകയാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. വെറും കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം പറ്റുന്ന ഒരാൾ കാണിക്കുന്ന എന്താ പറയുക, ആ ഒരു രീതിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ. എന്ത് റിവേഴ്സ് സൈക്കോളജി ആണെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. ജിൻഡോ ഈ സീസണിലെ തന്നെ ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ആണ്. പവർ എന്താണെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തത് ജിൻഡോയുടെ നേതൃത്വത്തിലുള്ള പവർ ടീമാണ്. ക്യാപ്റ്റനായിട്ടിരുന്ന് കണ്ടന്റുകൾ ഉണ്ടാക്കി ഷോയെ ഷോൾഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ജിൻഡോ ചെയ്തത്. ജിൻഡോയും പവർ ടീമും അല്ലാതെ വേറെ ആരാണ് അവിടെ എന്താണ് ഈ ആഴ്ച കാണിച്ചത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അടിമ അർജുനോ, പട്ടിഷോ അപ്സരയോ, വേസ്റ്റ് റസ്മിനോ, പിന്നെ മുല്ലപ്പൂവിന്റെ മണം അടിച്ച് നടക്കുന്ന ഗബ്രിയോ? ഇവരാരേലും എന്തെങ്കിലും കളിച്ചോ? ജിൻഡോ മാത്രമേ കളിച്ചിട്ടുള്ളൂ അവിടെ. ജിൻഡോയും പവർ ടീമിലുള്ളവരും മാത്രമേ കളിച്ചിട്ടുള്ളൂ. അല്ല, നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറയൂ ആരാണ് കളിച്ചതെന്ന് നിങ്ങൾ പറയൂ. കഴിഞ്ഞ ആഴ്ച നമുക്കൊന്ന് നോക്കാമല്ലോ. എന്തായാലും ബിഗ് ബോസിന്റെ റിവേഴ്സ് സൈക്കോളജി പരിപാടി കൊള്ളാം. മൊത്തത്തിൽ നല്ലപോലെ ഏഷുന്നുണ്ട് അത്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.